വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വാൽവ് ട്രോണിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വാൽവ് ട്രോണിക് എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത് എക്സോസ്റ്റിലാണ് ഇത് ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ വാഹനത്തിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പെർഫോമൻസ് കാറുകളിലൊക്കെ നമ്മൾ സ്പോർട്ട് മോഡ് അമർത്തുന്ന സമയത്തൊക്കെ അത് ഓട്ടോമാറ്റിക്കലി വർക്കാവുക ചെയ്യുക. ഇപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ്, അതുപോലെ ആക്സിലറേഷൻ, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഫെരാരിയിലും ലംബോർഗിനിയിലൊക്കെ ഈ വാൽവ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫെരാരിയൊക്കെ 3000 RPM മേലേക്ക് റൈസ് ആക്കുന്ന സമയത്ത് ഈ ഒരു വാൽവ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുക ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വാൽവാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയ യൂസ്ഡ് സ്ക്രാപ്പായിട്ടുള്ള ചെറിയ കാർബറേറ്റർ ഉപയോഗിച്ചിട്ട് അതിലുള്ള പിസ്റ്റണൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു കാർബറേറ്ററിൻ്റെ അകത്തുള്ള ചോക്കിൻ്റെ ബട്ടർഫ്ലൈ വാൽവുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മെക്കാനിസം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാരുതിൻ്റെ ഡോറിൻ്റെ ആക്ച്വേറ്റർ ഉണ്ട്. ഡോറിൻ്റെ അകത്തൊക്കെ സെൻട്രൽ ലോക്കിൻ്റെ ഒരു ആക്ച്വേറ്റർ വരുന്നുണ്ട് ചെറിയ. അപ്പോൾ ആ ഒരു ആക്ച്വേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു വാൽവട്രോണിക് എന്ന മെക്കാനിസം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഈ ഒരു ബൈക്കിലാണ് നമ്മൾ ഈ ഒരു വാൽവട്രോണിക് എന്ന സംഭവം ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാൽവട്രോണിക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയൊരു കാർബറേറ്ററാണ്. ഈ ഒരു കാർബറേറ്ററിനുള്ളത്തുള്ള പിസ്റ്റണും അതേപോലെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബട്ടർഫ്ലൈ വാൽവ് ഇവിടെ ഉണ്ട്. ചോക്കിൻ്റെ ബട്ടർഫ്ലൈ വാൽവാണ്. അപ്പോൾ ആ ഒരു വാൽവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൺ ഓഫ് ആക്കുന്നത് ഈ ഒരു എക്സോസ്റ്റിനെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിസ്റ്റൺ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർബറേറ്ററിൻ്റെ ഈ സൈഡാണ് നമ്മൾ എക്സോസ്റ്റിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തു കൂടിയാണ് ആ ഒരു പുക പുറത്തേക്ക് പോവുക. അപ്പോൾ മറുവശത്താണ് ഇതിൻ്റെ ബട്ടർഫ്ലൈ വാൽവ് ഉള്ളത് ചോക്കിൻ്റെ. അപ്പോൾ ആ ഒരു ചോക്ക് വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ പുക പുറത്തേക്ക് പോകില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ മാരുതിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ സെൻട്രൽ ലോക്കിങ്ങിന് വരുന്ന ആക്ച്വേറ്റർ അത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ആക്ച്വേറ്ററാണ് നമ്മൾ ഇതിന് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ച്വേറ്റർ ഓൺ ഓഫ് ആകുന്ന സമയത്ത് ഈ ഒരു ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണിങ് ക്ലോസിങ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ സ്വിച്ച് നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും, വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ വയറിങ് ലേശം ട്രിക്കിയാണ്. ഈ ഒരു സ്വിച്ചിൻ്റെ മിഡിൽ നിന്ന് വരുന്ന 2 വയറാണ് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവും നെഗറ്റീവും അതിന് ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് സ്വിച്ചിൻ്റെ പോയിൻ്റ് എന്ന്. ശരിക്കും വയറിങ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതേപോലെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവും നെഗറ്റീവും മാറി മാറിയിട്ട് വരുള്ളൂ. എന്നാലേ മോട്ടർ ഈ ഒരു ആക്ച്വേറ്റർ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആവുള്ളൂ. അപ്പോൾ അതിന് സ്പ്രിങ് ലോഡഡ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ മാനുവലി ചെയ്യണം. എന്നാലേ അത് ഒരു ബട്ടർഫ്ലൈ വാൽവ് ക്ലോസും ഓപ്പണും ആവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിയൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ബാറ്ററിയിലൊക്കെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിങ് ക്ലോസിങ് ആവുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണാതെ ഓപ്പൺ ആക്കുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ആവുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലോസ് ആവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് 2 ഫംഗ്ഷനുള്ളൂ ഇപ്പോൾ ഇതിന്. അപ്പോൾ ഇത് എക്സോസ്റ്റിൻ്റെ ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൾസറിൻ്റെ ആ ഒരു തുടക്കത്തിലാണ് എക്സോസ്റ്റിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള പൈപ്പിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് കൂടെ വേറൊരു പൈപ്പും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാറുകളിലൊക്കെ വരുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അത് ബൈക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2 ലെയറാണ് ഇതിൻ്റെ പൈപ്പ്. അതിൻ്റെ ആ 2 പൈപ്പിൻ്റെ മിഡിലായിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു എയർ ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്കിനും കാറിനൊക്കെ പെർഫോമൻസ് കൂടുന്നുണ്ട്. അപ്പോൾ പല സ്പോർട്സ് കാറിലും ഇങ്ങനെയാണ് എക്സോസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെയാണ് പൾസറും ഈ ഒരു എക്സോസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൗത്തിലേക്കാണ് അവിടെ ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിലേക്കാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പൊക്കെ ശരിക്കും ഗ്യാസ് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്യണം. എന്നാലും അതിൻ്റെ ലീക്ക് കറക്റ്റായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് വെൽഡിങ് ഒന്നുമില്ല, അതിനെ കൊണ്ട് നമ്മൾ ടെമ്പററി ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വാൽവട്രോണിക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പണിങ് ക്ലോസിങ് ഒക്കെ ആവുന്നുണ്ട്. ഇത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് എടുത്താണ്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് ഏത് ബൈക്കിലാണെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് സൗണ്ട് ലേശം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തൊരു സൗണ്ട് കൂട്ടാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.